രോഗമാണെന്ന തോന്നൽ. യഥാർത്ഥത്തിൽ രോഗവുമില്ല. എന്നെ പട്ടി മാന്തി എനിക്ക് ബാധയുണ്ടാവും, പേ പിടിക്കും. അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, എനിക്ക് സിഫിലിസ് പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എയ്ഡ്സ് രോഗം പിടിച്ചിട്ടുണ്ട്. ഒക്കെ പരിശോധിച്ചു, പക്ഷേ ഡോക്ടർക്കും തെറ്റിപ്പോയെങ്കിലോ. എന്നിട്ടും ഇങ്ങനെ നടക്കുകയാണ്. റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവാണ്. നെഗറ്റീവെന്ന് പറഞ്ഞാൽ പിന്നെ പോക്കാന്നില്ലേ അർത്ഥം. അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു പോയി ഡോക്ടറെ ഒന്ന് കാണിക്കുക, വേറൊരു ഡോക്ടറെ കാണിച്ചു നോക്ക്. പുള്ളിയും പറഞ്ഞു നെഗറ്റീവാണ്. അപ്പോൾ പിന്നെ ഇതിനെ കിടന്ന് വ്യാകുലപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ രോഗമാണെന്ന് തോന്നൽ, പല വിധത്തിലുള്ള രോഗം അങ്ങനെ പറയാറുണ്ട്. എനിക്ക് ക്ഷയരോഗമാണെന്ന് തോന്നുന്നു, എനിക്ക് ക്യാൻസറാണെന്ന് തോന്നുന്നു, എനിക്ക് പേപ്പട്ടി വിഷബാധയാണെന്ന് തോന്നുന്നു, എനിക്ക് എയ്ഡ്സ് രോഗമാണെന്ന് തോന്നുന്നു. ഇതൊരു തോന്നൽ, അമിതമായ തോന്നൽ മനസ്സിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല. പിന്നെ രോഗങ്ങളൊക്കെ കുറേയൊക്കെ വരും. എന്നാളൊരു ചേട്ടത്തി പറയും, എനിക്കെൻ്റെ ശരീരം നന്നാകാനുള്ള ടോണിക്ക് എന്തെങ്കിലും അച്ഛനൊന്ന് എഴുതി തരാമോന്ന്. ചേട്ടത്തിയെ ക്ഷീണിച്ച് പോവാന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടത്തി 86 വയസ്സായി കഴിഞ്ഞിട്ട് ഇനി എന്ത് ശരീരം നന്നാവാനാ? ശരീരം ഇനി ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. വണ്ടി പഴയതായി. അപ്പോൾ ഇതിങ്ങനെ പോകുന്നതാണ് നല്ലത്. അതിന് കുറേ ടോണിക്ക് കഴിച്ചുകൊണ്ടൊന്നും ഏതെങ്കിലും ചെക്കപ്പ് നടത്തിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനുള്ള ടോണിക്കൊക്കെ കഴിക്കാൻ വേണമെങ്കിൽ ഡോക്ടറോട് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഈ രോഗമാണെന്നുള്ള തോന്നലിൽ നിർത്തായി മക്കളെ രക്ഷിക്കണമേ. ഹൈപ്പോകോൺഡ്രിയാസിസ് എന്ന് പറയും ഈ രോഗത്തിന്. അതിന് ചെല്ലിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ കൗൺസിലിങ്ങും സൈക്കോതെറപ്പിയും മരുന്നുമൊക്കെ ആയിട്ട് മാറ്റാം. ഇങ്ങനെ അമിതമായ തോന്നലുള്ളവർ വിളിക്കുക. ഫാദർ ജോർജ് 9447465414. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.